ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുനമ്പം ഡിവൈഎസ്പിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബൈജു കലാശാല. ആദിത്യൻ കേസിൽ ബഹുമുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 18-ാം തീയതി അന്വേഷണ ചുമതല ഉത്തരവിറങ്ങിയിട്ടും നാളിതുവരെ അന്വേഷണം ആരംഭിക്കാത്ത മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നിയമ നടപടി സ്വീകരിക്കണമെന്ന് KPMS ജനറൽ സെക്രട്ടറി ബൈജു കലാശാല പറഞ്ഞു. വൈപ്പിൻ SC/ST സംയുക്ത വേദി സംഘടിപ്പിച്ച മുനമ്പം ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ ബൈജു കലാശാല അവർ ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്യ പുരോഹിതന്മാര്, ഐക്യവേദിയുടെ നേതാക്കന്മാര്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വൈപ്പിൻകരയില് ആദിത്യൻ എന്ന ഒരു വിദ്യാർത്ഥിയുടെ നാട്ടിലൊരു പ്രതിഭയായി, ഒരു കായിക പ്രതിഭയായി വളർന്നു വരേണ്ട കോട്ടയം GV രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയായ 14 വയസ്സ് പ്രായമുള്ള ആദിത്യനെ 2025 ജൂൺ 27-നാണ് 8-അംഗ സംഘം വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചത്. പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്താതെ പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. ഇതിനെതിരെ വൈപ്പിൻ SC/ST സംയുക്ത വേദി ഞാറക്കൽ പോലീസ് സ്റ്റേഷന് മാർച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിമേലാണ് അന്വേഷണ ചുമതല മുനമ്പം ഡിവൈഎസ്പിക്ക് വന്നു ചേർന്നത്. എന്നാൽ ഉത്തരവിറങ്ങി 50 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇവരിൽ ഒരാള് നാളെ ചൈൽഡ് ലൈന് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ആ പള്ളി വെച്ച് വന്ന് സംസാരിച്ചപ്പോ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അകത്താണ്. നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലായോ? അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഇഷ്യൂ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ നിന്നിട്ട് ഇത്രയും പേരെ സാക്ഷിയാക്കി നിർത്തിയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അവൻ അംഗമായിരിക്കുന്ന സമുദായവും അവന് പിന്തുണ പ്രഖ്യാപിക്കുന്ന എല്ലാ മനുഷ്യരും നിൽക്കുന്ന ഈ തെരുവിന്റെ നടുക്ക് നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞിനോടും ആ അച്ഛനോടും ആ അമ്മയോടും മാപ്പ് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് വെച്ചാൽ അതിലെനിക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവിടെ ഏതൊരു കുഞ്ഞും പീഡിപ്പിക്കപ്പെടുമ്പോ, വേദനിപ്പിക്കപ്പെടുമ്പോ, ഒരു മനുഷ്യൻ സഹിക്കേണ്ടി വരുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ നിലയിൽ എനിക്ക് കൂടി ഉണ്ട്. എനിക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ മേലൊരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ കുട്ടികൾക്കിടയിൽ ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാണ് ഈ സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ. AVPV സഭാ പ്രസിഡന്റ് MA കുമാരൻ അധ്യക്ഷത വഹിച്ചു. VS രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. SNDP യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, ഫാദർ ജെയിംസ് പനവേലിൽ, ഇമാം ജനാബ് സായിദ്, മുഹമ്മദ് ഭാഗവി, NK സജിത് തുടങ്ങിയവർ സംസാരിച്ചു. പറവൂർ അംബേദ്കർ പാർക്കിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രശോഭ് ഞാവേലി, ഡോക്ടർ PK ബേബി, MK വിജയൻ, ബേബി ബോട്ട്പുരക്കൽ, NG രതീഷ്, ശ്രീരാജ് KS, ലൈജു മാങ്ങാടൻ, MG ഗീത, രാജമ്മ രാജ്മോഹൻ, PK ജയൻ പെരുമ്പടപ്പിൽ, സഞ്ജു കാട്ടുകാരൻ, TM മുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ.